Hi friends, Namaskaram. Welcome to Richu's Creation. Be happy always. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി കോളിഫ്ലവർ ഫ്രൈ ആണ്. ഡേർട്ട് ഇൻസെക്ട്സ് എല്ലാം നമുക്ക് കളയാൻ ആദ്യം നമുക്ക് കോളിഫ്ലവറിനെ ഹോട്ട് വാട്ടറിൽ 1 to 2 minutes നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കാം. ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്താൽ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോളിഫ്ലവർ ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, കോളിഫ്ലവർ, ഉപ്പ്, കോൺഫ്ലവർ മാവ്, എണ്ണ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് കോളിഫ്ലവറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കുട്ടികളെല്ലാവരും ഉള്ള വീടാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ. ഇനി നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 30 minutes മാരിനേറ്റ് ചെയ്യാൻ എടുത്തു വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ നന്നായിട്ട് എല്ലാ അവിടെയും പിടിക്കും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 30 minutes എടുത്ത് വയ്ക്കാം. 30 minutes കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് എണ്ണ ചൂടാവട്ടെ. നമുക്ക് കോളിഫ്ലവർ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഓക്കെ, നമ്മുടെ കോളിഫ്ലവർ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. സ്റ്റൗ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കോളിഫ്ലവർ ഇനി നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഈ റെസിപ്പി വളരെ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്താൽ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഞാൻ കളർ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും കാശ്മീരി മുളക് പൊടി പ്ലസ് നമ്മുടെ സാധാരണ മുളക് പൊടിയും രണ്ടും കൂടെ കലന്ന് വെക്കും. സോ നമുക്ക് കളറും കിട്ടും, എരിവും കിട്ടും. അതുപോലെ ചെയ്ത് നോക്കൂ. ഇതൊരു ടിപ്സാണ്. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും
കോളിഫ്ലവർ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ അല്ലെങ്കിൽ കോളിഫ്ലവർ ചില്ലി എന്നും പറയാം, റെഡി ടു സെർവ്. താങ്ക് യു, ബൈ, കീപ് സ്മൈലിംഗ്.